ഖത്തർ മലയാളിയായ ശ്രീ കരീമിനെ പരിചയപ്പെടാം. ഇദ്ദേഹം പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. ഉറച്ച തീരുമാനങ്ങളുടെ ഉരുക്കുകോട്ടയിലിരുന്ന് തൻ്റെ ഒറ്റയാൾ പോരാട്ടങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥ അദ്ദേഹം പറയുമ്പോൾ കേൾക്കുന്ന നമുക്ക് അതൊരു ആവേശമായി തോന്നാം. ഖത്തറിൽ റുസിയ ഗ്രൂപ്പ് അറിയപ്പെടുന്ന ഒരു വ്യാപാര നാമമാണിന്ന്. എന്നാൽ 27 വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ എന്ന പ്രതീക്ഷയുമായി സ്വപ്നങ്ങളുടെ വിമാനം കയറിയ ഒരു മലയാളിയാണ് റുസിയ ഗ്രൂപ്പിന്റെ അമരക്കാരനായി ഇന്ന് ഖത്തറിൽ പ്രശസ്തനായ KR കരീം എന്നത് പലർക്കും അറിയില്ല. ആദ്യമായി എല്ലാ പ്രവാസികൾക്കും ഈദ് ആൻഡ് അഡ്വാൻസ് ഈദ് ആൻഡ് റമദാൻ മുബാറക്. ഞങ്ങൾ വളരെ ഗ്രാമത്തിൽ ജീവിച്ച ഒരു വ്യക്തികളാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. പ്രൈമറി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ പ്രവാസി ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചതും ഈവൻ ഒരു പാസ്പോർട്ട് കയ്യിൽ കിട്ടുക എന്നുള്ളതിൻ്റെ മാത്രം ആലോചിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കിട്ടിയ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ 18 ഇയേഴ്സിൽ തന്നെ ഞാൻ ഗൾഫിലേക്ക് കയറിയിരിക്കുന്നു. 27 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചൂടുള്ള പകലിൽ ഖത്തറിൽ വിമാനമിറങ്ങിയ ഇദ്ദേഹം ഒരു ജ്യൂസ് കടയിൽ സഹായിയായിട്ടായിരുന്നു തുടക്കം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് റെസ്റ്റോറൻറ്റിലായിരുന്നു. ഒരു ജ്യൂസ് കടയിൽ വർക്ക് ചെയ്തു. അവിടുന്ന് ഒരു 6 മന്ത് കഴിഞ്ഞ് ഞാൻ വേറെ ഹോട്ടലിൽ വർക്ക് ചെയ്തു. പൊറോട്ട മേക്കറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മന്ത് ഒരു ജ്യൂസ് സ്റ്റാൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തു. ആ നിമിഷം മുതൽ കരീമിന് വ്യക്തമായ ലക്ഷ്യവും പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. കിട്ടിയ കാശ് സ്വരുക്കൂട്ടി വെച്ച് ആ യുവാവ് ഏറെ നാൾ കഴിയും മുൻപേ സ്വന്തമായി ഒരു ജ്യൂസ് ഷോപ്പ് തുടങ്ങി. മുതലാളിയും തൊഴിലാളിയുമെല്ലാം ഒരാൾ തന്നെ. ഞാൻ തന്നെ ഓൾറൗണ്ട് കുക്ക് ആൻഡ് എന്താ പറയുക വെയിറ്റർ എല്ലാം ഞാൻ തന്നെ ആയിരുന്നു. പിന്നീട് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഞാൻ അതിലേക്ക് 2 പേരെ ഏഡ് ചെയ്തു. പിന്നെ അതൊന്ന് ബിസിനസ് ഗ്രോത്ത് ചെയ്തു. പിന്നെ ഞാൻ അതിന് എഗസ്റ്റ് വേറെ കടകൾ ഷോപ്പ് ഇതുപോലെ ജ്യൂസ് സ്റ്റാളുകൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഖത്തറിൽ എനിക്ക് 6-7 ജ്യൂസ് സ്റ്റാളുകൾ ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഗ്ലാസ്സിലും പഴച്ചാറ് നിറയ്ക്കുമ്പോൾ കരീമിന്റെ മനസ്സിലും പ്രതീക്ഷകൾ നിറഞ്ഞു വന്നു. ആ പ്രതീക്ഷയും തന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ലാത്ത ആത്മവിശ്വാസവും കൂട്ടിച്ചേർന്നപ്പോൾ തൊഴിലാളികളുടെ എണ്ണം കൂടി, ജ്യൂസ് ഷോപ്പുകളുടെ എണ്ണവും കൂടി. ഓരോ ചുവടിലും തന്റെ കൃത്യമായ പ്ലാനിംഗ് അതാണ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ചില വിഷയങ്ങളിലൊക്കെ പ്ലാനിങ്ങിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ തെറ്റാറുണ്ട്. പക്ഷേ അത് എന്താണെന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് ആലോചിച്ച് വീണ്ടും അതിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന് നമ്മൾ ടെൻഷനായിട്ട് ഇരിക്കാറില്ല. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ പോലും നമുക്ക് ആത്മവിശ്വാസത്തിന്റെ കരുത്തും സ്ഫുടതയും അനുഭവിച്ചറിയാം. കുവൈത്ത് വാറാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയത്. കാരണം ആ സമയങ്ങളിൽ എല്ലാവരും ഇവിടുന്ന് റിവേഴ്സായി പോയിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. എന്ത് ചെയ്യാന്നുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടംപോലെ ഇവിടെ കിടക്കുന്ന ഒരു സമയമായിരുന്നു കുവൈത്ത് വാർ സമയം. ആ സമയത്താണ് നമ്മളെല്ലാം ബിസിനസ്സിലേക്ക് സജീവമായിട്ട് ഇറങ്ങുന്നത്. തീരേണ്ട ഇവിടെ തന്നെ തീരുക എന്നുള്ള ആ ഒരു ചങ്കൂറ്റമാണ് നമ്മളൊക്കെ വളർച്ച. സ്വന്തം തീരുമാനങ്ങളുടെ ഉരുക്കുകോട്ടയിലിരുന്നാണ് ഈ മനുഷ്യൻ താൻ ഒറ്റയ്ക്ക് തുഴഞ്ഞു കയറിയ ജീവിത തോണിയെക്കുറിച്ച് പറയുന്നത്. ഏത് വിഷയത്തിലേക്കും ഇറങ്ങിച്ചെല്ലാന്നുള്ള ഒരു മനോധൈര്യം അതാണ് എന്നെ വളർത്തുന്നത്. അല്ലാണ്ട് ഡീപ്പായിട്ടൊരു വിഷയത്തെ പഠിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. അപ്പോൾ മുന്നിൽ വരുന്നത് നമുക്ക് ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും ഒരു തീരുമാനത്തിന്. അപ്പോൾ ആ തീരുമാനം നമ്മളാണ്ട് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ആദ്യമായി ഖത്തറിൽ വന്നിറങ്ങിയതുപോലെ മറ്റൊരു പകലിൽ തന്റെ റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പുടമ അത് വിൽക്കുന്ന കാര്യം കരീമിനോട് പറഞ്ഞു. അങ്ങനെ കരീം ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് രംഗത്തും കാൽവെച്ചു. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ഒരു ഹാർഡ്വെയർ ഷോപ്പ് ഓൾറെഡി ഒരു പാർട്ടി പാലക്കാട്ടുകാരൻ ഒരു ഹാർഡ്വെയർ ഷോപ്പ് റൺ ചെയ്തിരുന്നു. ആ പുള്ളിക്കത് റൺ ചെയ്ത് എത്താൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ എന്നെ വിളിക്കുകയും എന്നെ സംസാരിക്കുകയും പുള്ളിക്ക് അതിനൊരു പേയ്മെൻറ്റ് പറയുകയും ഞാൻ ആ പേയ്മെൻറ്റ് പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളിയുടെ നിന്ന് കുറച്ച് അഡ്വൈസ് ഇതെങ്ങനെ ബിസിനസ് ചെയ്യണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പുള്ളിയുടെ നിന്ന് ഒരു അഡ്വൈസ് വാങ്ങിച്ചു. പിന്നെ പുള്ളി എനിക്ക് 1-2 പേരെ പരിചയപ്പെടുത്തി തന്നു. അവരെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഈ ബിസിനസ് മൂവ് ചെയ്തു. അപ്പോൾ അതിലൊരു ഷംസു എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ പുള്ളി പരിചയപ്പെടുത്തി തന്നു. ആ പ്രകാരം പുള്ളിനെ നമ്മൾ പാർട്ട്ണറായിട്ട് എടുത്തു. പിന്നീട് പുള്ളി അതിന് ആ പുള്ളിയുടെ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു പോയി. എൻ്റേതായ കഴിവ് ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ റൺ ചെയ്ത് വ്യത്യസ്ത ബ്രാഞ്ചുകളാക്കി ഉയർത്തയിൽ കൊണ്ടുവന്നു. സ്റ്റാർട്ടിങ്ങിൽ 2 സ്റ്റാഫിനെ വെച്ച് തുടങ്ങിയതാണ് ഹാർഡ്വെയർ. ഇപ്പം 300 മോർ ദാൻ സ്റ്റാഫ് ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഖത്തർ കാണുന്നത് റുസിയ ഗ്രൂപ്പിന്റെ കുതിച്ചുയരുന്ന വളർച്ചയാണ്. ഇപ്പം 12 ഡിവിഷൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പർച്ചേസിങ് പോയിൻ്റ് 20 വർഷമായിട്ട് ദുബൈയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓഫീസുണ്ട്. അത് ദുബൈയിൽ ഓൾറെഡി പർച്ചേസിങ് ആയിട്ട് അവിടെ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം 3 വർഷമായിട്ട് ചൈനയിൽ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 2 പേര് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കൈവന്ന സൗഭാഗ്യമല്ല റുസിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ
ഈ മാനേജിംഗ് ഡയറക്ടർ കസേര. ഒരു മനുഷ്യന്റെ അടങ്ങാത്ത ലക്ഷ്യബോധത്തിന്റെയും അതിനുവേണ്ടിയുള്ള ഒറ്റയാൽ പരിശ്രമങ്ങളുടെ വിയർപ്പു കണികകളുടെയും ഫലമാണ്. ഞാൻ കയറി വന്ന ഓരോ ചവിട്ടുപടികളും ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ. കാരണം ഒരാളെ ചവിട്ടിയിട്ടിട്ട് അയാളുടെ മേലെ ഞാൻ കയറി വന്നിട്ടില്ല. ഞാൻ ഓരോ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ട് കയറി വന്നൊരു വ്യക്തിയാണ്. അതുമല്ല, എല്ലാറ്റിനും എൻ്റെ വേർപ്പുമുണ്ട്. കാരണം എൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡെവലപ്മെൻറ്റ് ചെയ്ത് വന്നത്. പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ അസറ്റ്, എനിക്കൊരു 10-300 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ എല്ലാം ഒരു മേജർ പാർട്ടും നല്ല സ്റ്റാഫുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരു ടീം വർക്കായിട്ട് ഞങ്ങൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ മൂവ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. തന്റെ വിജയത്തിന്റെ ഒരു ഘടകമായി ഇദ്ദേഹം കാണുന്നത് മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കും. പക്ഷേ അന്തിമ തീരുമാനം തൻ്റേതു മാത്രമായിരിക്കും. ഉറച്ച തീരുമാനങ്ങളുടെ ആ കോട്ടയിൽ ഇതുവരെ വിള്ളൽ വീണിട്ടില്ല. അത് ദൈവകൃപ കൊണ്ടുകൂടിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ പല ഉപദേശകരിലും പോയിട്ട് പല കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ആര് പറഞ്ഞാലും എൻ്റേതായ ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഞാൻ എല്ലാവരുമായിട്ടും അഡ്വൈസ് എടുക്കാറുണ്ട്. ഒരുവിധം ലീഡർഷിപ്പുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ആവശ്യം ഞാൻ അവരിൽ നിന്നുള്ള അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കരീമിന് ജന്മം നൽകി വളർത്തിയ തൻ്റെ നാടിന് തിരിച്ചു നൽകാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. കുറച്ചു കാശു കയ്യിൽ വന്നപ്പോൾ ആളാകാൻ വേണ്ടി തോന്നിയ ഒരു വികാരമല്ല കരീമിന് കാരുണ്യ പ്രവർത്തനം. ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു ഗ്രാമമാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ അവരുടെ ഇടയിൽ ജീവിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടൊക്കെ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിൻ്റെ ഒരു ഭാഗം അവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വാശിയുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ നാട്ടിൽ റൂസിയ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അറഫ എന്നായിരുന്നു പേര്. പിന്നീട് ഞാൻ ഈ പേര് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നാട്ടിലും റൂസിയ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉണ്ട്. അത് അറൗണ്ട് 20 വർഷമായി. അതിന് റിലേറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മേലെ തന്നെ റൂസിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ അവിടെ എല്ലാ ചാരിറ്റി വിഷയങ്ങളും ഞാൻ ചെയ്യുന്നത്. അത് എൻ്റെ ഇൻഡിവിജ്വലാണ്. അതിൽ ഞാൻ ആരുടെയും ഫൈനാൻസായിട്ട് ഉൾപ്പെടുത്താറില്ല. പ്രതിസന്ധികളിൽ കണ്ണീർ വാർക്കാൻ ഈ മനുഷ്യനാവില്ല. കാരണം ഇദ്ദേഹം ജനിച്ചതും വളർന്നതും ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉമ്മയാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാം. 1.5 വർഷം മുൻപ് ഉമ്മ മരണമടഞ്ഞപ്പോൾ നാടുമായുള്ള ബന്ധം മുറിഞ്ഞതുപോലെയായി. ഉമ്മയാണ് കരീം എന്ന ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായ ഈ പോരാളിയെ വാർത്തെടുത്തത്. ഉമ്മയായിരുന്നു എൻ്റെ ഒരു അസറ്റ്. പക്ഷേ അത് ഉമ്മ പോയതിന് ശേഷം പിന്നെ അത്രയും വിഷയങ്ങളൊന്നും ഞാൻ ഓർക്കാൻ ശ്രമിക്കാറില്ല. ഉപ്പ ഓൾറെഡി 90 years-ആയി ഇപ്പം നാട്ടിലുണ്ട്. പിന്നെ 2 ജ്യേഷ്ഠന്മാരാണ്, ഒരു പെങ്ങളാണ്. അവരെ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്, അവരെല്ലാം നാട്ടിലാണ്. ഒഴിവു സമയങ്ങൾ ആഡംബരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും വേദികളിൽ പങ്കുകൊള്ളാറില്ല. കുടുംബത്തോടും പേരക്കുട്ടിയോടുമൊപ്പമുള്ള ഈ നിമിഷങ്ങളാണ് ഇദ്ദേഹത്തിന് ആനന്ദം നൽകുന്നത്. എനിക്ക് 3 മക്കളാണ്. ഭാര്യ എടപ്പാൾ എന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഐഷ എന്നാണ് പേര്. മൂത്ത മോൾ അസീന, സെക്കൻഡ് മോനാണ് ആഷിക്ക്, തേർഡ് മോളാണ് അസ്ന. മൂത്ത മോൾ മെഡിസിന് പഠിക്കുന്നു, മാരീഡാണ്, ഒരു കൊച്ചുണ്ട്. സെക്കൻഡ് BBA മറ്റേ ACCAക്ക് പഠിക്കുന്നു, PWC യൂണിവേഴ്സിറ്റിയിൽ. തേർഡ് അസ്ന ഇവിടെ BBAക്ക് പഠിക്കുന്നു. നമ്മൾക്ക് കിട്ടാണ്ട് പോയ ഒരു സംഭവം വിദ്യാഭ്യാസമാണ്. അത് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ വിദ്യാഭ്യാസം ഞാൻ ഗൾഫിൽ വന്നിട്ടാണ് പൂർത്തീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ബേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഗൾഫിൽ വന്നിട്ട് അഡീഷണൽ പഠിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് നല്ലോണം ഉള്ളതിൻ്റെ പേരിൽ തന്നെ പിള്ളേരെ ഞാൻ മാക്സിമം അത് യൂസ് ചെയ്യിച്ചിട്ട് അവരെ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഖജനാവിൽ ഇനി തനിക്കായി നീക്കിവച്ചിരിക്കുന്നത് എത്ര സമയമായാലും അത്രയും ബിസിനസ്സിനായി നീക്കിവെക്കാനാണ് ഈ കാരുണ്യവാന്റെ തീരുമാനം. ഫ്യൂച്ചറിൽ എൻ്റെ മുന്നിൽ ബിസിനസ് തന്നെയാണ് എൻ്റെ പ്ലാനിങ് ഉള്ളൂ. അത് എനിക്ക് എൻ്റെ മൈൻഡിൽ നിന്ന് ഔട്ടാവുന്ന വരെ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഞാൻ റിവേഴ്സ് ചെയ്യില്ല. അത് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് റിട്ടയർമെൻ്റ് എടുത്തിട്ട് നാട്ടിൽ പോയി നിൽക്കുക, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം എൻ്റെ മനസ്സിലില്ല. എത്ര വർഷം എന്നെ കൊണ്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ കഴിയും അത്ര വർഷം ഞാൻ ബിസിനസ് ചെയ്തിരിക്കും. കരീം ആരെയും റോൾ മോഡലാക്കിയിട്ടില്ല. തന്നെ വേണമെങ്കിൽ മറ്റുള്ളവർ റോൾ മോഡലാക്കട്ടെ. എൻ്റെ മുന്നിൽ അങ്ങനെ റോൾ മോഡലായിട്ട് ആരുമില്ല. കാരണം എനിക്ക് ഒരു അങ്ങനത്തെ ഒരു രൂപത്തിൽ നിന്നല്ല ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ പേരിൽ എനിക്ക് ഞാൻ റോഡ് മോഡൽ ആരെയും വെച്ചിട്ടില്ല. നമ്മളാരെങ്കിലും റോഡ് മോഡലാക്കണേ ആക്കിക്കോട്ടെ. കാരണം നമ്മളെ ശൈലി അതാണ്. കാരണം നമ്മൾ വളർന്നതും നമ്മളെ സ്റ്റാഫായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ആ ഒരു ശൈലി വെച്ചിട്ട് ആർക്കും റോഡ് മോഡലാക്കാൻ കഴിയുന്നെങ്കിൽ ആയിക്കോട്ടെ. അതെ, ഇദ്ദേഹം സ്വയം ഒരു റോൾ മോഡലാകുകയാണ്. സ്വന്തം അധ്വാനത്തിലൂടെ, സ്വന്തം പ്ലാനിങ്ങിലൂടെ, സ്വന്തം തീരുമാനങ്ങളിലൂടെ. നമുക്ക് ചെറുപ്പത്തിൽ ആരും സഹായിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു മനോഭാവം ഇനിയുള്ള ജനറേഷനിൽ വരരുത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും നെക്സ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ എന്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു വിജയമാണ്. ഇനിയും ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഉറച്ചതാകട്ടെ. അവ നാടിനും നാട്ടാർക്കും തുണയാകട്ടെ.